എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ 3 പാർട്ട് 3 ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ആൻസർ. 2ഉം 3ഉം ശരിയാണ്. പാമ്പാടും ചോല ഇടുക്കി, ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ എന്നിവയാണ് ശരിയായിട്ടുള്ള ആൻസേഴ്സ്. മതികെട്ടാം ചോല ഇടുക്കിയിലാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറത്താണ്. മതികെട്ടാം ചോല ഇടുക്കി, പാമ്പാടും ചോല ഇടുക്കി, ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ, കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം. 33ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉം ശരിയാണ്. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്നീ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. 3ാമത്തേത് മാത്രമാണ് ശരിയല്ലാത്തത്. ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതൽ ഉള്ളത്. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി തുടങ്ങിയവ. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതൽ ഉള്ളത്. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി തുടങ്ങിയവ. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ പദ്ധതിയാണ് വിഴിഞ്ഞം. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ പദ്ധതിയാണ് വിഴിഞ്ഞം. 35ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം ശരിയാണ്. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. വേമ്പനാട്ടുകായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. അഷ്ടമുടിക്കായൽ കേരളത്തിൻ്റെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട, വേമ്പനാട്ടുകായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു എന്നിവയാണ് ശരിയായിട്ടുള്ളത്. 36ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികളാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. ബാക്കി എല്ലാ നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉം 3ഉം. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവയാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത്. 38ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 2ഉം ശരിയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു, ഇടവപ്പാതി എന്നറിയപ്പെടുന്നു എന്നീ പ്രസ്താവനകൾ ശരിയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു, ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. തുലാവർഷം എന്നറിയപ്പെടുന്നത്
വടക്ക് കിഴക്കൻ മൺസൂണിനെയാണ്. തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂണിനെയാണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ, നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ ഇടുക്കി. ഇടുക്കിയാണ് നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. 41ാമത്തെ ക്വസ്റ്റ്യൻ, വരയാടിനെ സംരക്ഷിക്കാൻ പ്രൊജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ തമിഴ്നാട്. തമിഴ്നാടാണ് വരയാടിനെ സംരക്ഷിക്കാൻ പ്രൊജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. 42ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ വിദ്യാവാഹൻ. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ. 43ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ വയനാട്. വയനാടാണ് എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല. 44ാമത്തെ ക്വസ്റ്റ്യൻ, തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? ഓപ്ഷൻ ബി ആണ് ആൻസർ 1949 ജൂലൈ 1. 1949 ജൂലൈ 1-നാണ് തിരുക്കൊച്ചി സംയോജനം നടന്നത്. 45ാമത്തെ ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ മുടിയേറ്റ്. മുടിയേറ്റാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം. ഒന്നാമത്തേത് കൂടിയാട്ടമാണ്. ഒന്നാമത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളീയ കലാരൂപം കൂടിയാട്ടമാണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ, നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ സി ആണ് ആൻസർ വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ. വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കറാണ് നിബന്ധമാല എന്ന കൃതി രചിച്ചത്. 47ാമത്തെ ക്വസ്റ്റ്യൻ, അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? ഓപ്ഷൻ എ ആണ് ആൻസർ സി ബാലകൃഷ്ണൻ. സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി. 48ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം? ഓപ്ഷൻ എ ആണ് ആൻസർ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം. 49ാമത്തെ ക്വസ്റ്റ്യൻ, 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്റ്റ് പ്ലെയർ ആയത് ആരാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ തുഷാർ ദേശ്പാണ്ഡെ. 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്റ്റ് പ്ലെയർ ആയത് തുഷാർ ദേശ്പാണ്ഡെയാണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ, ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആര്? ഓപ്ഷൻ ബി ആണ് ആൻസർ വി മധുസൂദനൻ നായർ. വി മധുസൂദനൻ നായരാണ് 2023 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത്. 2024 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് 2024 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത്. 51ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ഓപ്ഷൻ ഡി ആണ് ആൻസർ 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്.